ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു ഇലക്ട്രോൺ കോളേജ്. നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഡിജിറ്റൽ മോഡുലേഷൻ ടെക്നിക്സ് ആണ്. സോ നമുക്ക് ഡിജിറ്റൽ മോഡുലേഷൻ ടെക്നിക്സിൽ നമുക്ക് അടുത്ത പഠിക്കാനുള്ള ടോപ്പിക് എന്ന് പറയുന്നത് ഫേസ് ഷിഫ്റ്റ് കീയിങ് ആണ്. ഫേസ് ഷിഫ്റ്റ് കീയിങ് നമ്മൾ നേരത്തെ പറഞ്ഞു, നമ്മൾ ആംപ്ലിറ്റ്യൂഡ് ഷിഫ്റ്റിംഗ് കീയിങ് പറഞ്ഞതുപോലെ ഫേസ് ഷിഫ്റ്റ് കീയിങ്ങിനകത്ത് ഈ ഒരു ഡിജിറ്റൽ മോഡുലേഷൻ ടെക്നിക്കിനകത്ത് ഫേസ് ഓഫ് ദ കരിയർ ആണ് നമ്മൾ ചേഞ്ച് ചെയ്യുന്നത്. പേരിനകത്ത് തന്നെ ഉണ്ട്, ഫേസ് ഓഫ് ദ കരിയർ ആണ് നമ്മൾ ചേഞ്ച് ചെയ്യുന്നത്. സോ നോക്കുക, ഇത് രണ്ട് ടൈപ്സ് ഉണ്ട്. BPSK ഉണ്ട്, QPSK ഉണ്ട്. സോ BPSK ബൈനറി ഫേസ് ഷിഫ്റ്റ് കീയിങ് ആൻഡ് ക്വാഡ്രേച്ചർ ഫേസ് ഷിഫ്റ്റ് കീയിങ്, QPSK. സോ ഈ രണ്ട് ഫേസ് ഷിഫ്റ്റ് മെത്തേഡിനെയും കുറിച്ചും ഇതിൻ്റെ ജനറേഷൻ ആൻഡ് ഡിമോഡുലേഷൻ ടെക്നിക്സ് നമുക്ക് പഠിക്കാനുണ്ട്. സോ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. സോ നമുക്ക് ആദ്യം പഠിക്കാനുള്ളത് BPSK ആണ്, ബൈനറി ഫേസ് ഷിഫ്റ്റ് കീയിങ്. സോ നമ്മൾ ASK വെച്ച് കമ്പയർ ചെയ്യുവാണെങ്കിൽ ഇത് ഹൈ ബിറ്റ് റേറ്റ്സിലാണ് നമ്മൾ BPSK യൂസ് ചെയ്യാറുള്ളത്. ഹൈ ബിറ്റ് ഡേറ്റ റേറ്റ് ട്രാൻസ്മിഷന് നമുക്ക് BPSK യൂസ് ചെയ്യാം. ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ ഫേസ് ഓഫ് ദ സിനുസോയിഡൽ ക്യാരിയർ ഈസ് ചേഞ്ച്ഡ് അക്കോർഡിംഗ് ടു ദ ഡേറ്റ ബിറ്റ് ടു ബി ട്രാൻസ്മിറ്റഡ്. സോ നമ്മൾ ഫേസ് ആണ് ചേഞ്ച് ചെയ്യുന്നത്. അതേപോലെ തന്നെ നമ്മളിവിടെ നമ്മുടെ ഡേറ്റ ബിറ്റിനെ നമ്മൾ വെറുതെ അങ്ങ് ട്രാൻസ്മിറ്റ് ചെയ്യുമല്ല, നമ്മൾ അതിനെ ഒന്ന് എൻകോഡ് ചെയ്യും. നമ്മൾ കുറേ ലൈൻ കോഡ് മെത്തേഡ്സ് ഒക്കെ പഠിച്ചിരുന്നു. ബൈപോളാർ നോൺ റിട്ടേൺ ടു സീറോ, യൂണിപോളാർ റിട്ടേൺ ടു സീറോ, മാഞ്ചസ്റ്റർ കോഡ് എന്നൊക്കെ പറഞ്ഞ് കുറേ ലൈൻ കോഡിനെ കുറിച്ച് പ്രീവിയസ് ലെക്ചറിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് ബൈപോളാർ നോൺ റിട്ടേൺ ടു സീറോ സിഗ്നലിംഗ്. ആ ഒരു ലൈൻ കോഡ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ഡേറ്റ ബിറ്റിനെ നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. ഇനി ഈ ഒരു ടെക്നിക്കിനകത്ത് BPSK എന്ന് പറയുന്ന ടെക്നിക്കിനകത്ത് നമ്മൾ സൈൻ വേവ് ക്യാരിയേഴ്സിനെ നമുക്കിപ്പം ഫേസ് ഷിഫ്റ്റ് ചെയ്തിട്ടാണ് നമുക്ക് ട്രാൻസ്മിറ്റ് ചെയ്യേണ്ടത്. സോ നമ്മളിവിടെ 0 ഡിഗ്രിയിലും അല്ലെങ്കിൽ 180 ഡിഗ്രിയിലും അങ്ങനെ രണ്ട് ഫേസ് ഷിഫ്റ്റിലാണ് നമ്മൾ ബിറ്റുകളെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. സോ നമുക്ക് സിമ്പിൾ 0A നമുക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് നമ്മൾ ഇപ്പം എക്സാമ്പിളായിട്ട് A cos 2πfct പ്ലസ് 5 എന്നാണ് നമ്മൾ ഫേസ് ഡിഫറൻസ്, ഒരു സൈൻ അല്ലെങ്കിൽ ഒരു കൊസൈനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഇപ്പം ഞാനൊരു കൊസൈൻ വേവ് ആണ് ഇവിടെ കൺസിഡർ ചെയ്തേക്കുന്നത്. അപ്പോൾ നമുക്ക് ബിറ്റ് 1ഉം ബിറ്റ് 0യാണ് നമുക്ക് ട്രാൻസ്മിറ്റ് ചെയ്യേണ്ടത്. സോ ഈ ഒരു ബിറ്റിനെ നമുക്കിപ്പം ബിറ്റ് 1നെ ഞാൻ A cos 2πfct എന്നാണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ അടുത്ത ബിറ്റിനെ A cos 2πfct പ്ലസ് പൈ എന്ന് കൺസിഡർ ചെയ്യാം. ഒരെണ്ണം ഞാൻ 0 ഡിഗ്രി, അടുത്തത് 180 ഡിഗ്രിയിലാണ് നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യുന്നതെങ്കിൽ അത് നോക്കുക, A cos 180 പ്ലസ് fct എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോ ഇതിൻ്റെ വാല്യൂ എത്രയാണ്? 2πfct. So 2πfct plus pi. So this is cos 180 plus theta is minus cos theta. So this is equal to minus A cos 2πfct. So this value can be replaced by minus A cos 2πfct. So bit 1നെ A cos 2πfct ആയിട്ടാണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നതെങ്കിൽ അപ്പം അടുത്ത സിഗ്നലിനെ നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് മൈനസ് A cos 2πfct ആണ്. കാരണം അവിടുത്തെ ഫേസ് ചേഞ്ച് 180 ഡിഗ്രിയിലാണ് നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. സോ ഇതാണ് ഇതിനകത്ത് യൂസ് ചെയ്യുന്ന ആ ഒരു ടെക്നിക്ക്. ഇനി ഇവിടെ നമുക്ക് ഇതിൻ്റെ ബാൻഡ് വിഡ്ത്ത് പറയുവാണെങ്കിൽ 2FB ആണ് ഇതിൻ്റെ ബാൻഡ് വിഡ്ത്ത് പറയുന്നത്. FB is the highest frequency contained in the message signal. ദെൻ യൂക്ലിഡിയൻ ഡിസ്റ്റൻസ് ഞാൻ പറയാം. യൂക്ലിഡിയൻ ഡിസ്റ്റൻസ് നമ്മൾ ഈ ഒരു ഓർത്തോനോർമൽ നമുക്കിവിടെ നമ്മൾ കരിയറായിട്ട് യൂസ് ചെയ്യുന്നത് ഒരൊറ്റ കരിയർ മതി, അല്ലേ? ഒരൊറ്റ കരിയർ മതി. കാരണം സിമ്പിൾ 1നെ നമ്മൾ A cos 2πfct എന്ന് പറഞ്ഞാണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നതെങ്കിൽ അടുത്തതിനെ ആ സെയിം കരിയർ തന്നെ നമുക്ക് ഫേസ് ഒരു മൈനസ് ഫേസ് ചേഞ്ച് വെച്ചിട്ട് നമുക്ക് ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റും. സോ നമുക്ക് ഇതിൻ്റെ ഒരു ഓർത്തോനോർമൽ ബേസിസ് ഫംഗ്ഷൻ പ്ലോട്ട് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് രണ്ട് മെസ്സേജ് പോയിന്റ്സ് നമുക്ക് ഇവിടെ കാണാം, √TB യും മൈനസ് √TB യും.
അപ്പോൾ ആ 5 വെച്ചിട്ട് നമ്മൾ ആ ഓർത്തോനോമൽ ബേസിസ് ഫംഗ്ഷൻ വെച്ചിട്ട് നമ്മൾ മാർക്ക് ചെയ്ത 2 പോയിന്റ്സ് ആണ് √TB ആൻഡ് 2 മെസ്സേജ് പോയിന്റ്സ് √TB ആൻഡ് -√TB. അപ്പോൾ ഇത് തമ്മിലുള്ള ഡിസ്റ്റൻസിനെയാണ് നമ്മൾ യൂക്ലീഡിയൻ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. സോ √TB -√TB വിച്ച് ഇസ് ഈക്വൽ ടു √2√EB. അതാണ് നമ്മൾ യൂക്ലീഡിയൻ ഡിസ്റ്റൻസ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ആ മെസ്സേജ് പോയിന്റ്സ് തമ്മിലുള്ള ഡിസ്റ്റൻസിനെയാണ് യൂക്ലീഡിയൻ ഡിസ്റ്റൻസ്. സോ നമുക്ക് ആ ഒരു ബേസിസ് ഫംഗ്ഷന്റെ പ്ലോട്ടിൽ നിന്ന് നമുക്ക് ആ 2 മെസ്സേജ് പോയിന്റ്സിന്റെ വാല്യൂ, അതുപോലെ നമുക്ക് ഈ എയുടെ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കാം. നമുക്ക് ആ EB ബിറ്റ് എനർജി ബിറ്റിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഇന്റഗ്രൽ 0 to TB. സോ എനർജി ബിറ്റിന്റെ ഇക്വേഷൻ, എനർജിയുടെ ഇക്വേഷൻ x1² of t dt. ഇവിടെ x1 എന്ന് പറയുന്ന സിഗ്നൽ ഇതായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യാം. അടുത്ത സിഗ്നലിൽ x2 ആയിട്ട് കൺസിഡർ ചെയ്യുവാണെങ്കിൽ ഈ ഇക്വേഷനകത്ത് നമുക്ക് EBയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് നമുക്ക് ആ എയുടെ വാല്യൂ, ഡെറിവേഷൻ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല, നമ്മൾ എയുടെ വാല്യൂ നമുക്ക് കിട്ടുന്നത്, ഈ ആംപ്ലിറ്റ്യൂഡിന്റെ വാല്യൂ നമുക്ക് കിട്ടുന്നത് √2EB/TB ആയിട്ടാണ്. സോ നമുക്ക് ഫസ്റ്റ് സിഗ്നലിനെ നമുക്ക് √2EB/TB cos 2πfct എന്ന് നമുക്ക് റെപ്രസെന്റ് ചെയ്യാം. രണ്ടാമത്തെ സിഗ്നലിനെ -√2EB/TB cos 2πfct എന്ന് റെപ്രസെന്റ് ചെയ്യാം. അപ്പോൾ ഇതിന്റെ ആംപ്ലിറ്റ്യൂഡ് നമുക്ക് ബിറ്റിന്റെ എനർജി പെർ ബിറ്റിന്റെ ടേംസിലാണെങ്കിൽ ആംപ്ലിറ്റ്യൂഡ് 2EB/TB ആയിട്ടാണ് നമുക്ക് ഡിറൈവ് ചെയ്യുമ്പോൾ കിട്ടുന്നത്. സോ ഇവിടെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് 0 ഡിഗ്രിയിലും 180 ഡിഗ്രിയിലാണ്. യൂക്ലിഡിയൻ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 2√EB ആണ്. EB എന്ന് പറയുന്നത് എനർജി പെർ ബിറ്റ് ആണ്. അതുപോലെ ബാൻഡ് വിഡ്ത്തിന്റെ കാര്യവും നമ്മൾ ഡിസ്കസ് ചെയ്തു. സോ നമുക്കിനി ഒരു BPSK മോഡുലേഷൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. നമ്മുടെ കയ്യിലുള്ളത് ബൈനറി സീക്വൻസ് ആയിരിക്കും, ഡേറ്റ സീക്വൻസ് ആയിരിക്കും, 0 1 0 1 1 ഇങ്ങനെയുള്ള ഒരു ബൈനറി വാല്യൂവിന് ഇതിനെ നമ്മൾ എൻകോഡിങ് ചെയ്യും. നേരത്തെ പറഞ്ഞിരുന്നു പോളാർ നോൺ റിട്ടേൺ ടു 0 ലെവൽ എൻകോഡിംഗ് ആണ് യൂസ് ചെയ്യുന്നത്. സോ ഈ ലൈൻ കോഡ് മെത്തേഡ്സ് ഒക്കെ നമ്മൾ പഠിച്ചതാണ്. സോ ഈ ഒരു ലൈൻ കോഡ് മെത്തേഡ് യൂസ് ചെയ്തിട്ട് നമ്മൾ ഈ ഒരു ഡിജിറ്റൽ വാല്യൂവിനെ ഒരു ഡിജിറ്റൽ വേവ് ഫോം ആക്കി മാറ്റും. ശരിക്കും ഈ ഒരു ബൈനറി സീക്വൻസിനെ നമ്മളൊരു ഡിജിറ്റൽ വേവ് ഫോം എൻകോഡിങ് നടത്തി ഒരു വേവ് ഫോം, നമുക്കൊരു എൻകോഡഡ് വേവ് ഫോം ആയിട്ട് നമുക്ക് കിട്ടും. അതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു ഇവിടെ നമ്മൾ കരിയറായിട്ട് എടുത്തേക്കുന്നത് 5(1)(t) √2/TB cos 2πfct എന്ന് പറയുന്ന ഒരൊറ്റ ഓർത്തോനോമൽ. അത് ശ്രദ്ധിച്ചോണം, ഇതിനകത്ത് നമുക്ക് ഒരു ബേസിസ് ഫംഗ്ഷൻ മതി 5(1)(t). സോ നമുക്ക് ഇത് വെച്ചിട്ട് നമുക്ക് ആ ഒരു പ്രോഡക്റ്റ് മോഡുലേറ്റർ വഴി നമുക്ക് ആ ഒരു ഡേറ്റ്, നമുക്ക് ആ BPSK എന്ന് പറയുന്ന സിഗ്നലിനെ ജനറേറ്റ് ചെയ്യാം. അപ്പോൾ ഈ ബ്ലോക്കുകൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കണം. ഇത് ഒരു സിംഗിൾ ഒരു ബേസിസ് ഫംഗ്ഷനെ നമ്മൾ യൂസ് ചെയ്യുന്നുള്ളൂ. കാരണം നമുക്ക് ട്രാൻസ്മിറ്റ് ചെയ്യേണ്ടത് സിഗ്നൽ എന്ന് പറയുന്നത് ഏത് ഫോമിലേക്കാണ്, ഒരെണ്ണം -x(x1)(t) -x2(t) എന്ന് വേണമെങ്കിൽ പറയാം. ഇത് x1(t) ആണെങ്കിൽ ഇത് x2(t) ആണെങ്കിൽ x1(t) -x(t). സോ നമുക്ക് ഒരു കരിയർ അല്ലെ, FC എന്ന് പറയുന്ന ഒറ്റ കരിയർ സിഗ്നലായിട്ട് നമുക്ക് അതിനെ ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റും. സോ അതുകൊണ്ട് ഞാനിവിടെ ഒരു ബേസിസ് ഫംഗ്ഷനെ യൂസ് ചെയ്യുന്നുള്ളൂ. ദെൻ അതിൻ്റെ ഡീമോഡുലേറ്റർ നോക്കുവാണെങ്കിൽ നമുക്കിവിടെ ഒരു കോറിലേറ്റർ ആണ് യൂസ് ചെയ്യുന്നത്. കോറിലേറ്റർ മീൻസ് നമ്മളിവിടെ യൂസ് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റ് മോഡുലേറ്ററും ഒരു ഇൻ്റഗ്രേറ്ററോട് ചേർന്നതാണ് കോറിലേറ്റർ. സോ ഇവിടെ നോക്കുക, നമ്മുടെ BPSK സിഗ്നൽ ആയിരിക്കും ഇവിടെ നമ്മുടെ റിസീവ്ഡ് സിഗ്നൽ എന്ന് പറയുന്നത്. അതിനെ നമ്മൾ ആ സെയിം ബേസിസ് ഫംഗ്ഷൻ തന്നെ യൂസ് ചെയ്യണം. ഇവിടെ യൂസ് ചെയ്തേക്കുന്ന ആ സെയിം ബേസിസ് ഫംഗ്ഷൻ തന്നെ യൂസ് ചെയ്ത് നമ്മൾ, അതുകൊണ്ടാണ് കോറിലേറ്റർ സെയിം ബേസിസ് ഫംഗ്ഷൻ തന്നെയാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ദെൻ നമ്മൾ അതിനെ ആ ഒരു സിംഗിൾ 1 അല്ലെങ്കിൽ 0 ബിറ്റിലേക്ക് കൺവേർട്ട് ചെയ്യാൻ നമുക്കൊരു ഇൻ്റഗ്രേറ്റർ വേണം. ദെൻ ഇവിടെ ഒരു ഡിസിഷൻ ഡിവൈസ് ഉണ്ട്. ആ ഡിസിഷൻ ഡിവൈസ് ഒരു ത്രെഷോൾഡ് വാല്യൂ വെച്ചിട്ട് അത് കമ്പയർ ചെയ്തിട്ടാണ് നമുക്ക് either 1 അല്ലെങ്കിൽ 0 സീക്വൻസ് ആയിട്ട് ഇവിടെ ജനറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ഔട്ട്പുട്ടിൽ ആ ഒരു സീക്വൻസ് 0 1 0 0 എക്സെട്ര ആ നമുക്ക് കൊടുത്തേക്കുന്ന ആ ഇൻപുട്ട് ബൈനറി സീക്വൻസ് ആയിട്ട് നമുക്ക് റിസീവ് ചെയ്യാൻ പറ്റും. സോ ഇതാണ് ഒരു കോറിലേറ്റർ പ്ലസ് എ ഡിസിഷൻ ഡിവൈസ്. ഇതാണ് നമ്മുടെ BPSK ഡീമോഡുലേറ്റർ സർക്യൂട്ട് എന്ന് പറയുന്നത്. ഇവിടെയും ശ്രദ്ധിച്ചോണം, സെയിം ബേസിസ് ഫംഗ്ഷൻ ആണ് മോഡുലേറ്ററിലും ഡീമോഡുലേറ്ററും നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ ഇനി നമുക്ക് ഇതിൻ്റെ ഫീച്ചേഴ്സ് നോക്കുവാണെങ്കിൽ ഇതിൻ്റെ ബാൻഡ് വിഡ്ത്ത്, BPSK ഹാസ് ബാൻഡ് വിഡ്ത്ത് വിച്ച് ഈസ് ലോവർ ദാൻ ദാറ്റ് ഓഫ് BFSK. നമ്മളിനി BFSK പഠിക്കും. BFSK ആയിട്ട് കമ്പയർ ചെയ്യുവാണെങ്കിൽ ഇതിൻ്റെ ബാൻഡ് വിഡ്ത്ത് കുറവാണ്. Then BPSK has the best performance of all the 3 digital modulation techniques. അപ്പം
ഇൻ പ്രസൻസ് ഓഫ് നോയ്സ്. അപ്പോൾ നോയ്സ് പ്രോബബിലിറ്റി ഓഫ് എറർ ഒക്കെ വെച്ചിട്ട് നോക്കുവാണെങ്കിൽ ബെസ്റ്റ് പെർഫോമൻസ് നമുക്ക് കാണിക്കുന്നത് ഏതാണ്? BPSK ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ASK, FSK, PSK അത് വെച്ചിട്ട് നോക്കുമ്പോൾ നമുക്ക് BPSK ആണ് ബെസ്റ്റ് പെർഫോമൻസ് കാണിക്കുന്നത്. റീസൺ ഇറ്റ് ഹാസ് എ വെരി ഗുഡ് നോയ്സ് ഇമ്മ്യൂണിറ്റി വിത്ത് എ മിനിമം പ്രോബബിലിറ്റി ഓഫ് എറർ. പ്രോബബിലിറ്റി ഓഫ് എറർ കുറവാണ്. പ്രോബബിലിറ്റി ഓഫ് എറേഴ്സിനൊക്കെ ഇക്വേഷൻ ഉണ്ട്, നമുക്കൊരു ലെക്ചറിൽ അത് ഡിസ്കസ് ചെയ്തതിൻ്റെ കമ്പാരിസൺ എല്ലാം. ദെൻ ഇതിന് ഒരു നോയ്സ് ഇമ്മ്യൂണിറ്റി വളരെ കൂടുതലാണ്. ദെൻ ഇതിൻ്റെ ഡ്രോബാക്ക് ആയിട്ട് പറയുന്നത് ദ റിക്കവേർഡ് കരിയർ ഈസ് അൺചേഞ്ച്ഡ് ഈവൻ ഇഫ് ദ ഇൻപുട്ട് സിഗ്നൽ ഹാസ് ചേഞ്ച്ഡ് ഇറ്റ് സൈൻ. സോ അതിനതൊരു ഡിസഡ്വാൻറ്റേജ് ആണ്. ദ റിക്കവേർഡ് കരിയർ ഈസ് അൺചേഞ്ച്ഡ് ഈവൻ ഇഫ് നമ്മൾ അതിൻ്റെ സൈൻ പ്ലസ് ടു മൈനസ് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് അതിൻ്റെ റിക്കവേർഡ് കരിയറിനെ അൺചേഞ്ച്ഡ് ആയിട്ട് തന്നെയാണ് കിട്ടുന്നത്. അത് നമ്മൾ ഓവർകം ചെയ്യാനാണ് DPSK നമ്മൾ യൂസ് ചെയ്യുന്നത്. DPSK നമുക്ക് പഠിക്കാനില്ല. സോ നിങ്ങൾ ഫീച്ചേഴ്സ് മെയിനായിട്ടും നോക്കുക, അതിൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്നുള്ളത്. വെരി ഗുഡ് ഇമ്മ്യൂണിറ്റി, മിനിമം പ്രോബബിലിറ്റി ഓഫ് എറർ ആൻഡ് ബെറ്റർ ബാൻഡ്വിഡ്ത്ത്, ഇതൊക്കെയാണ് അതിൻ്റെ ഫീച്ചേഴ്സ്. ദെൻ നമുക്ക് അടുത്ത ഫേസ് ഷിഫ്റ്റ് കീയിങ് മെത്തേഡ് എന്ന് പറയുന്നത് QPSK ആണ്. നമ്മൾ അവിടെ യൂസ് ചെയ്തത്, അപ്പം ഇതിനകത്ത് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് ആ ഫേസ് കണ്ടീഷൻസ് വെച്ചിട്ടാണ്. അവിടെ 0 ഡിഗ്രി 180 ഡിഗ്രി ഫേസ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്തതെങ്കിൽ ഇവിടെ നമ്മൾ 4 ഫേസ് റിവേഴ്സൽ, ഇതാണ് അത് ക്വാഡ്രേച്ചർ എന്നുള്ള പേര് വരാൻ കാരണം 4 ഫേസ് റിവേഴ്സൽസ് നമ്മൾ ചൂസ് ചെയ്യുന്നുണ്ട്. 0 ഡിഗ്രി 90 ഡിഗ്രി 180 ഡിഗ്രി 270 ഡിഗ്രി ഈ ഒരു ഫേസ് റിവേഴ്സൽസ് 4 യൂസ് ചെയ്യാം. അതല്ലെങ്കിൽ π/4, 3π/4, 5π/4, 7π/4 ആ ഒരു ഫേസ് ചേഞ്ച് നമുക്ക് യൂസ് ചെയ്യാം. സോ ഇത് ഏതെങ്കിലും മെത്തേഡ്സ് നമുക്ക് യൂസ് ചെയ്യാം. സിമ്പിളിനെ ഡേറ്റ അതേപോലെ തന്നെ ഈ ഫേസ് റിവേഴ്സിൽ പറയുന്നത് പോലെ തന്നെ ഇവിടെ നമ്മൾ ഗ്രൂപ്പ് ഓഫ് 2 ബിറ്റ്സ് ആയിട്ടാണ് നമ്മൾ സിമ്പിൾസിനെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് കിട്ടുന്ന ആ റിസീവ്ഡ് സീക്വൻസിനെ നമുക്ക് 0 0 അതേപോലെ 0 1 1 0 1 1 ഇങ്ങനെ 2 ഡൈ ബിറ്റ്സ് ആയിട്ടായിരിക്കും നമ്മൾ ഇവിടെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. 1 0 1 1 ഇങ്ങനെ ഡൈ ബിറ്റ്സ് ആയിട്ടായിരിക്കും നമ്മൾ ഡേറ്റയെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. അപ്പം 0 0 സിമ്പിൾ 1 അങ്ങനെ ആ ഒരു രീതിയിലായിട്ടായിരിക്കും നമ്മൾ ഡേറ്റയെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് ഡൈ ബിറ്റ്സ്. അത് ഓർക്കുക, 4 റിവേഴ്സൽസ് ഉണ്ട്. സോ അതിൻ്റെ ബാൻഡ് വിഡ്ത്ത് എന്ന് പറയുന്നത് FB ആണ്. നേരത്തെ പറഞ്ഞു ബാൻഡ് വിഡ്ത്ത് ഓഫ് നമ്മൾ BPSK പറഞ്ഞു, അതുപോലെ തന്നെ ബാൻഡ് വിഡ്ത്ത് ഓഫ് QPSK FB ആണ്. ദെൻ FB മീൻസ് 1/TB, ബിറ്റ് ടൈം പീരീഡിൻ്റെ ഇൻവേഴ്സ് ആണ് FB എന്ന് പറയുന്നത്. നമുക്ക് സിഗ്നലിനെ നമ്മൾ ജനറലി ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം. ഇവിടെ നമുക്ക് I എന്ന് പറയുന്നത് 0 1 2 3 ഇങ്ങനെ വാല്യൂസ് ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് π/4, 3π/4, 5π/4, 7π/4 എന്നുള്ള ഫേസ് ചേഞ്ച് ഇവിടെ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഓരോ സിഗ്നലിനെ നമുക്ക് ഇങ്ങനെ π/4, 3π/4 ഇത് ഈ കേസാണ്, സെക്കൻഡ് കേസ് വെച്ചിട്ടാണ് ഈ ഇക്വേഷൻ എഴുതിയിരിക്കുന്നത്. നമുക്ക് അതുപോലെ 0 ഡിഗ്രി 90 ഡിഗ്രി 180 ഡിഗ്രി 270 ഡിഗ്രി ഈ രീതിയിൽ നമുക്ക് ഫേസ് റിവേഴ്സൽസ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. ദെൻ സോ ഇവിടെയും നമ്മൾ ഇതിൻ്റെ യൂക്ലിഡിയൻ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് നമ്മൾ മെഷർ ചെയ്യുവാണെങ്കിൽ 2√EB/2 എന്ന് കിട്ടും. 2√EB/2 ഇതാണ് ഇതിൻ്റെ യൂക്ലിഡിയൻ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. അവിടെ 4 മെസ്സേജ് പോയിന്റ്സ് കാണും. അത് വെച്ചിട്ട് നമുക്ക് യൂക്ലിഡിയൻ ഡിസ്റ്റൻസ് 2√EB/2 എന്നാണ്. ദെൻ ഇതിൻ്റെ QPSK മോഡുലേറ്റർ നമുക്ക് നോക്കാം. ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞു സീക്വൻസ് ഡൈ ബിറ്റ്സ് ആയിട്ടായിരിക്കും ഇവിടെ നമ്മൾ എൻകോഡ് ചെയ്ത് വിടുന്നത്. സോ ഇവിടെ യൂസ് ചെയ്തേക്കുന്ന എൻകോഡർ നോക്കുക, പോളാർ നോൺ റിട്ടേൺ ടു 0 ലെവൽ എൻകോഡറാണ് യൂസ് ചെയ്തേക്കുന്നത്. ഇവിടെ ഒരു ഡീമൾട്ടിപ്ലക്സർ യൂസ് ചെയ്യുന്നുണ്ട്. കാരണം ഇത് ശരിക്കും ആ BPSK പോലെ തന്നെയാണ് ചെയ്യുന്നത്. ഇതിപ്പോൾ ഒരു BPSK ആണ്. സോ ഇതും ഒരു BPSK ആണ്. സോ BPSK ചെയ്യുന്നത് പോലാണ് നമ്മൾ ഈ ഡൈ ബിറ്റ്സിനെ നമ്മൾ ഇവിടെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. അതിനാണ് നമ്മൾ ഡീമൾട്ടിപ്ലക്സർ യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ശരിക്കും ഈവൻ ബിറ്റ്സിനെ ആ സീക്വൻസിനകത്ത് ഇപ്പം 0 1 0 1 1 0 0 ഇങ്ങനെ പോകുന്ന ഒരു ഇതിനകത്ത് ഈവൻ ബിറ്റ്സ് ഓഡ് ബിറ്റ്സ് ആയിട്ട് നമ്മളിങ്ങനെ ആണ് ഇവിടെ ഡേറ്റയെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. ഈവൻ ദെൻ ഓഡ് ഈ ഒരു രീതിയിലായിരിക്കും നമ്മൾ ഡേറ്റയെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. ഒന്നിടവിട്ട് നമ്മളിങ്ങനെ ഡേറ്റയെ ട്രാൻസ്മിറ്റ് ചെയ്യും.
സോ ഇവിടെ രണ്ട് കാരിയേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. ഓർത്തോനോമൽ ബേസിസ് ഫംഗ്ഷൻ രണ്ട് കാരിയേഴ്സ് ആണ് യൂസ് ചെയ്യുന്നത്. ഒന്ന് √2/t. നേരത്തെ ഒന്നും നമ്മൾ അങ്ങനെയല്ല യൂസ് ചെയ്തിരുന്നത്. ഇവിടെ നമ്മൾ യൂസ് ചെയ്തേക്കുന്നത് കാരിയേഴ്സ് നോക്കുക, φ1 √2/t. ഒരു കൊസൈൻ ആൻഡ് സൈൻ കാരിയേഴ്സ് ആണ് നമ്മൾ. ബേസിസ് ഫംഗ്ഷൻ മാറുന്നുണ്ട്, കോസും സൈനും യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈവൻ ആൻഡ് സോ ഒരു ഈവൻ ഡേറ്റ ട്രാൻസ്മിഷൻ ആണ്, ജനറേഷൻ ആണ് ഇതുവഴി നടക്കുന്നത്. നമ്മൾ BPSK ഇപ്പോൾ സിമിലർ ടു ഇതൊരു BPSK ആണ്, ഇതൊരു BPSK ആണ്. സോ ഒരു രണ്ട് BPSK സിഗ്നൽസ് നമ്മൾ ജനറേറ്റ് ചെയ്യുന്ന പോലെ തന്നെയാണ് ഇവിടെ. അതിന് നമ്മളൊരു മൾട്ടിപ്ലക്സർ യൂസ് ചെയ്യുന്നതേ ഉള്ളൂ. സോ ഇവിടെ യൂസ് ചെയ്തേക്കുന്ന ആ ഒരു കാരിയേഴ്സ് നോക്കുക, ഒരെണ്ണം കോസൈനും ഒന്ന് സൈനുമാണ്. അപ്പം ഇത് ആണ് നമുക്കിവിടെ കമ്പൈൻ ചെയ്ത് നമുക്കൊരു QPSK സിഗ്നലായിട്ട് കിട്ടുന്നത്. സോ ഇങ്ങനൊരു ഈവൻ ഓഡ് ഫോമിലാണ് നമ്മൾ ഇതിനെ ജനറേറ്റ് ചെയ്തെടുക്കുന്നത്. ദെൻ ഡീമോഡുലേറ്റർ എന്ന് പറഞ്ഞാൽ നെക്സ്റ്റ് ഇതിൻ്റെ ഓപ്പോസിറ്റ് നോക്കിയാൽ മതി. നമ്മൾ BPSK ഡീമോഡുലേറ്റർ ഓർത്താൽ മതി. അവിടെ BPSK ഡീമോഡുലേറ്ററിനകത്ത് നമ്മൾ ചെയ്യുന്നത് പോലെ തന്നെ ഇവിടെ നമ്മൾ അവസാനം മക്സ് വെച്ചിട്ട് അത് കമ്പൈൻ ചെയ്യും, അത്രയേ ഉള്ളൂ. സോ BPSK മോഡുലേറ്ററിനകത്ത് ചെയ്യുന്ന ഇത്രയാണ് കാര്യങ്ങൾ. ഒരു കോറിലേഷൻ റിസീവർ യൂസ് ചെയ്യുന്നു. പക്ഷെ ഇവിടെ നോക്കുക, രണ്ട് ബേസിസ് ഫംഗ്ഷൻ ആണ്, ഒരു കൊസൈൻ ദെൻ ഒരു സൈൻ. ഒരു ഡിഫറെൻറ്റ് ബേസിസ് ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ടാണ് ആ രണ്ട് BPSK ഫോമിൽ നമ്മളിവിടെ ചെയ്യുന്നത്. എന്നിട്ട് അത് മൾട്ടിപ്ലക്സ് ചെയ്തിട്ട് ഇവിടെ ബിറ്റ്സ് ആയിട്ട് 0 1 ദെൻ അടുത്ത 1 0 ആണെങ്കിൽ 1 0 അങ്ങനെ ആ ഒരു ബിറ്റായിട്ട് നമുക്കിവിടെ ചെയ്യുന്നുണ്ട്. സോ ഇങ്ങനെയാണ് ഡീമോഡുലേഷൻ അത് നടക്കുന്നത്. അപ്പോൾ ശ്രദ്ധിക്കുക, രണ്ട് ബേസിസ് ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നുണ്ട്, ഒന്ന് കൊസൈനും ഒന്ന് സൈനുമാണ്. QPSKയുടെ ഒരു പ്രത്യേകത അതാണ്. സോ ഇതൊക്കെയാണ് നമ്മൾ QPSK ആയിട്ട്, അപ്പോൾ BPSKയും QPSKയും തമ്മിലുള്ള ആ ഒരു ബേസിസ് ഫംഗ്ഷനകത്തുള്ള ഡിഫറൻസും എങ്ങനെയാണ് ട്രാൻസ്മിഷൻ ചെയ്യുന്നതെന്നുള്ളതും നമ്മൾ കമ്പയർ ചെയ്ത് പഠിക്കണം. സോ ഇവിടെ 4 റിവേഴ്സൽസ് ഉണ്ട്, 4 ഫേസ് റിവേഴ്സൽസ് ഉണ്ട്. ദെൻ അതുപോലെ തന്നെ ഡൈബിറ്റ് ആയിട്ടായിരിക്കും നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. ഇതൊക്കെയാണ് QPSKയുടെ ഫീച്ചേഴ്സ്. ദെൻ നമുക്ക് പഠിക്കാനുള്ളത് BFSK ആണ്. ഇവിടെ BFSK മീൻസ് ഫ്രീക്വൻസി ഷിഫ്റ്റ് അല്ലേ. കാരിയറിൻ്റെ ഫ്രീക്വൻസി ആണ് നമ്മുടെ ഡിജിറ്റൽ ഇൻപുട്ടിനനുസരിച്ച് അല്ലെങ്കിൽ ഡിജിറ്റൽ ഡേറ്റ സീക്വൻസിനനുസരിച്ച് ഫ്രീക്വൻസി ഓഫ് ദ കാരിയർ ആണ് നമ്മളിവിടെ വേരി ചെയ്യുന്നത്. ദെൻ ഇവിടെ യൂസ് ചെയ്തേക്കുന്ന എൻകോഡിംഗ് ടെക്നിക്ക് നോൺ റിട്ടേൺ ടു സീറോ സിഗ്നലിംഗ് തന്നെയാണ്. നേരത്തെ നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരുന്ന പോളാർ നോൺ റിട്ടേൺ ടു സീറോ സിഗ്നലിംഗ് തന്നെയാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ബാൻഡ് വിഡ്ത്ത് 4 FB ആണ്. നമ്മൾ പറഞ്ഞു നേരത്തെ BPSKയുടേത് മച്ച് ലോവർ ദാൻ BFSK എന്ന് പറഞ്ഞു. ഇതിൻ്റെത് 4 FB ആണ്. BPSKയുടേത് 2 FB ആണ്. ദെൻ ഇവിടെയും പ്രോബബിലിറ്റി ഓഫ് എറർ കുറവാണ്. സിഗ്നൽ ടു നോയ്സ് റേഷ്യോ ഹൈ ആണ്. ഇവിടെ ഡേറ്റ റേറ്റും ഹൈ ആണ്. സോ ഇവിടെ നമുക്ക് പറയാം ഇറ്റ് ഈസ് സ്യൂട്ടബിൾ അപ് ടു 1200 ബിറ്റ്സ് പെർ സെക്കൻഡ്. ഇതാണ് ഇതിൻ്റെ ഡേറ്റ റേറ്റ് പറയുന്നത്. അത്രയും ഡേറ്റ റേറ്റ് വരെയൊക്കെ നമ്മൾ ഇത് യൂസ് ചെയ്യാറുണ്ട്. ദെൻ പെർഫോമൻസ് ഈസ് ബെറ്റർ ദാൻ ASK. പക്ഷേ ഏറ്റവും ബെറ്റർ BPSK ആണ്. സോ ഇതൊക്കെയാണ് ഇതിൻ്റെ മെയിൻ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് BFSKയുടെ. ദെൻ നമുക്ക് അടുത്ത പഠിക്കാനുള്ളത് അതിൻ്റെ ജനറേഷൻ ടെക്നിക്കാണ്. ഇവിടെ നോക്കുക, നമ്മൾ പറഞ്ഞു BFSK എന്ന് പറയുന്നത് എന്താണ്, ഇറ്റ് ഈസ് ഇവിടെ ഫ്രീക്വൻസിയാണ് വേരി ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് രണ്ട് ഓർത്തോനോർമൽ ഫങ്ഷൻസ് വേണം. ഇവിടെ നമുക്ക് നോക്കുക, രണ്ട് കാരിയേഴ്സ് ആണ് യൂസ് ചെയ്യുന്നത്. ഒരെണ്ണം F1 ഫ്രീക്വൻസിയിലും അടുത്തത് F2 ഫ്രീക്വൻസിയിലും. രണ്ട് കൊസൈൻ ആണ്. നമ്മൾ QPSKയിൽ യൂസ് ചെയ്തതുപോലെ കൊസൈനും സൈനും അല്ല, ഇവിടെ കൊസൈൻ ആണ് യൂസ് ചെയ്യുന്നത്. ദെൻ ഇവിടെ നമുക്ക് കിട്ടുന്ന സിഗ്നൽ നോക്കുക, ഇവിടെ നമ്മൾ യൂസ് ചെയ്തേക്കുന്ന എൻകോഡർ ഓൺ ഓഫ് ലെവൽ എൻകോഡർ ആണ് യൂസ് ചെയ്തേക്കുന്നത്. ദെൻ രണ്ട് ബേസിസ് ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ടാണ് BFSK സിഗ്നൽ ജനറേറ്റ് ചെയ്യുന്നത്. ദെൻ ഡീമോഡുലേഷൻ ചെയ്യുന്നതും ഇവിടെ ബേസിസ് ഫംഗ്ഷൻ മാത്രമേ മാറുന്നുള്ളൂ. ബേസിസ് ഫംഗ്ഷൻ φ1 φ2 രണ്ട് ആ സെയിം നേരത്തെ യൂസ് ചെയ്തേക്കുന്ന സെയിം ബേസിസ് ഫംഗ്ഷൻ തന്നെ, ഇത് തന്നെ വേണം നമുക്ക് ഡീമോഡുലേറ്ററിലും യൂസ് ചെയ്യാൻ. ബാക്കിയൊക്കെ നമ്മൾ BPSKയിൽ പറഞ്ഞതുപോലെ തന്നെയാണ് ഇവിടെ ചൂസ് ചെയ്യുന്നത്. സോ ഇവിടെ രണ്ട് ഫ്രീക്വൻസിയിലാണ് നമ്മൾ ബേസിസ് ഫംഗ്ഷൻ ചെയ്യുന്നത്. സോ ഡീമോഡുലേഷൻ ചെയ്യുന്നതും BPSKയിൽ എന്താണോ ചെയ്തേക്കുന്നത് കോറിലേഷൻ റിസീവർ യൂസ് ചെയ്ത്, ഇപ്പോൾ ഇതൊരു കോറിലേഷൻ റിസീവറാണ്, ഇതൊരു കോറിലേഷൻ റിസീവറാണ്. സോ ഇത് നമ്മൾ കോറിലേഷൻ റിസീവേഴ്സ്, അപ്പം ഫ്രീക്വൻസീസ് ഡിഫറെൻ്റ് ആയിരിക്കും. ആ രീതിയിലാണ് നമ്മളിവിടെ ഡിസിഷൻ ഡിവൈസ് യൂസ് ചെയ്തിട്ട് 1 അല്ലേ, അത് ഡിസിഷൻ ഡിവൈസ് 1. ഇപ്പോൾ ഔട്ട്പുട്ട് Y എന്ന് പറയുന്നത് ഇഫ് ഇറ്റ് ഈസ്
greater than 0, then it will choose symbol 1. If it is less than 0, then it will choose 0. ഈ രീതിയിൽ ഡിസിഷൻ ഡിവൈസ് നമുക്കൊരു ഔട്ട്പുട്ട് അവിടെ തരും. ദെൻ നമുക്കിനി ഇതുമായിട്ട് ഈ പറഞ്ഞ 3 ടെക്നിക്സുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. സോ ഇൻ ബൈനറി ഡേറ്റ ട്രാൻസ്മിഷൻ DPSK is preferred to PSK. ഫേസ് ഷിഫ്റ്റ് കീ ഇത് DPSKയും PSKയും ആയിട്ടുള്ളതാണ്. നമുക്ക് DPSK ഇല്ല എങ്കിൽ ഒരു ക്വസ്റ്റ്യൻ DPSK ആയിട്ട് കമ്പയർ ചെയ്ത് പറഞ്ഞേക്കുവാണ്. ഡിഫറൻഷ്യൽ ഫേസ് ഷിഫ്റ്റ് കീയിങ്ങുമായിട്ട് കമ്പയർ ചെയ്തിട്ടുള്ള ഒരു സംഭവമാണ്. സോ ഇതിനകത്തുള്ള ഓപ്ഷൻ നോക്കുക. എ കോഹറന്റ് കാരിയർ ഈസ് നോട്ട് റിക്വയർഡ് ടു ബി ജനറേറ്റഡ് അറ്റ് ദ റിസീവർ. ഫോർ എ ഗിവൺ എനർജി ബീറ്റ് ദ പ്രോബബിലിറ്റി ഓഫ് എറർ ഈസ് ലെസ് and this is 180 degree. This is the 180 degree phase shift of the carrier are unimportant. More protection is provided against impulse noise. So ഇതിനകത്ത് ബെറ്റർ ഓപ്ഷൻ എന്ന് പറയുന്നത് എ കോഹറന്റ് കാരിയർ. നിങ്ങൾ ജസ്റ്റ് നോക്കി വിട്ടാൽ മതി. DPSK നമുക്ക് പഠിക്കാനില്ല, പക്ഷെ PSK പഠിക്കാനുണ്ട്. സോ അതുമായിട്ടൊരു കമ്പാരിസൺ ചെയ്തേക്കുവാണ്. എ കോഹറന്റ് കാരിയർ ഈസ് നോട്ട് റിക്വയർഡ് ടു ബി ജനറേറ്റഡ് അറ്റ് ദ റിസീവർ. അതാണ് നമ്മളൊരു reason. Then for a bit rate of 8 kilobytes per second, the best possible value of the transmitted frequencies in a coherent binary FSK. So ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുന്നത് നമ്മുടെ ഈ ഒരു എന്താണ് 8 kbps ആണ് നമ്മുടെ ബിറ്റ് റേറ്റ്. ഫോർ എ ബിറ്റ് റേറ്റ് ഓഫ് 8 kbps. അപ്പോൾ നമ്മുടെ ഈ ട്രാൻസ്മിറ്റഡ് ഫ്രീക്വൻസി എന്ന് പറയുന്നത് ഈ ഇൻ്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് ബിറ്റ് റേറ്റ് ആയിരിക്കും. അങ്ങനെ വരുന്ന വാല്യൂസ് ഉണ്ടെങ്കിൽ അതായിരിക്കും നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. അപ്പോൾ 8 ആയിട്ട് അല്ലെ 8 കൊണ്ട് അല്ലെങ്കിൽ ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ 8ന്റെ ഇൻ്റഗ്രൽ മൾട്ടിപ്പിൾസ് ആയിട്ടുള്ള ട്രാൻസ്മിറ്റഡ് ഫ്രീക്വൻസീസ് ആയിരിക്കും നമ്മുടെ ആൻസർ. ഇവിടെ നോക്കുക 16 20 ഇത് ഡിവിസിബിൾ അല്ല 8 20 32 ഡിവിസിബിൾ അല്ല, 20 40 ഡിവിസിബിൾ അല്ല, 32 40 ഇതിനെ നമുക്ക് 8/32 എന്ന് വെച്ച് കഴിഞ്ഞാൽ 4 ആണ്, 40/8 എന്ന് വെച്ചാൽ 5 ആണ്. സോ ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് ഇതാണ്. സോ ദ ട്രാൻസ്മിറ്റഡ് ഫ്രീക്വൻസീസ് ഇൻ കോഹറന്റ് BFSK ഷുഡ് ബി ആൻ ഇൻ്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ്. ഇതാണ് ഇതിൻ്റെ റീസൺ. സോ ഇത് വെച്ചിട്ടാണ് നമ്മൾ ഇതിൻ്റെ ആൻസർ സോൾവ് ചെയ്യുന്നത്. സോ ഇതിൻ്റെ ആൻസർ 32 kHz ആൻഡ് 40 kHz ആണ്. So the transmitted frequency in coherent BFSK should be integral multiple of 8 എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ തന്നേക്കുന്ന ബിറ്റ് റേറ്റ് ആണ്. സോ അത് വെച്ചിട്ടാണ് നമ്മൾ അതിൻ്റെ ആൻസർ സോൾവ് ചെയ്യുന്നത്. ദെൻ കോഹറന്റ് ഡീമോഡുലേഷൻ ഓഫ് FSK സിഗ്നൽ ക്യാൻ ബി ഡിറ്റക്റ്റഡ്. സോ കോഹറന്റ് ഡീമോഡുലേഷൻ ഓഫ് FSK സിഗ്നൽ ക്യാൻ ബി ഡിറ്റക്റ്റഡ് യൂസിങ് എന്തൊക്കെയാണ് ഓപ്ഷൻ നോക്കുക. കോറിലേഷൻ റിസീവർ, ബാൻഡ് പാസ് ഫിൽട്ടർ ആൻഡ് നമ്മളിപ്പം പഠിച്ചതാണ് FSKയുടെ ഡീമോഡുലേഷൻ. അപ്പോൾ അതിനകത്ത് നമ്മൾ യൂസ് ചെയ്യുന്നത് മാച്ച്ഡ് ഫിൽട്ടർ, ഡിസ്ക്രിമിനേഷൻ ഇതൊന്നുമല്ല. ബാൻഡ് പാസ് ഫിൽട്ടർ, എൻവലപ്പ് ഡിറ്റക്ടേഴ്സ് ഒന്നുമല്ല. നമുക്കറിയാം ഏതാണ്, കോറിലേഷൻ റിസീവർ ആണ് അല്ലേ. ഒരു കോറിലേഷൻ റിസീവർ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ കണ്ടു ഒരു പ്രോഡക്റ്റ് മോഡുലേറ്ററും അല്ലേ, ആ ഒരു ബേസിസ് ഫങ്ഷൻ, ദെൻ അതോടൊപ്പം എന്തും കാണും, ഒരു ഇൻ്റഗ്രേറ്ററും കാണും. സോ 0 to TB ഇൻ്റഗ്രേറ്റർ ഇവിടെ ചേരുന്നതാണ് നമ്മുടെ കോറിലേഷൻ റിസീവർ. സോ ഈ ഒരു കോറിലേഷൻ റിസീവർ ആണ് നമ്മൾ ഡീമോഡുലേഷന് യൂസ് ചെയ്യുന്നത്. കാരണം നമ്മൾ യൂസ് ചെയ്യുന്ന ആ ബേസിസ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് നമ്മൾ ട്രാൻസ്മിറ്റഡ് സൈഡിൽ എന്താണ് യൂസ് ചെയ്യുന്നത് അത് തന്നെയാണ് ഇവിടെയും യൂസ് ചെയ്യുന്നത്. സോ കോറിലേഷൻ റിസീവർ ആണ് ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത്. ദെൻ QPSK is a modulation scheme where each symbol consists of, നമ്മൾ പറയാം ക്വാഡ്രേച്ചർ ഫേസ് ഷിഫ്റ്റ് കീ എന്ന് പറയുന്നത് എത്ര ബിറ്റായിട്ടാണ് നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യുന്നതെന്ന് പറയും. മോഡുലേറ്റ് ചെയ്ത് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് എത്ര ബിറ്റായിട്ടാണ് നമ്മൾ, അതാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് 4 bit, 2 bits, 1 bit, then m number of bits depending upon the requirement. അപ്പം ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് നമുക്കറിയാം ഡൈ ബിറ്റ്സ് ആയിട്ടാണ് നമ്മൾ QPSKയിൽ ഡേറ്റ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. നമ്മൾ 001 01 1011 ഇങ്ങനെ നമ്മൾ വരുന്ന സീക്വൻസിനെ ഇങ്ങനെ ഡൈ ബിറ്റ്സ് ആയിട്ടാണ് നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. സോ അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് 2 bits ആണ്. Then the data rate of QPSK
ഡേറ്റ റേറ്റ് QPSKയും BPSK ആയിട്ടുള്ളൊരു ശരിക്കും ഒരു കമ്പാരിസൺ ആണ്. QPSK BPSK തമ്മിൽ ഡേറ്റ റേറ്റ് ഇതിനകത്തുണ്ടാവുന്ന ഒരു ചേഞ്ച് എത്രയാണെന്ന്. ഡേറ്റ റേറ്റ് ഓഫ് QPSK ഈസ് ട്വൈസ് ദാറ്റ് ഓഫ് BPSK. സോ ഇതിൻ്റെ ആൻസറും ട്വൈസ് ആണ്. ഡേറ്റ റേറ്റ് ഓഫ് QPSK ഈസ് ട്വൈസ് ഓഫ് BPSK. ഇതാണ് ഇതിൻ്റെ ആൻസർ. ഡേറ്റ റേറ്റ് QPSK ഹൈ ആണ്. Then, as the telephone lines have a very low bandwidth, it is not possible to satisfy the bandwidth requirement of dash at higher speed. ASK ആണോ, PSK ആണോ, FSK ആണോ, QPSK ആണോ? സോ ഇതിനകത്ത് ബെറ്റർ ആൻസർ എന്ന് പറയുന്നത് FSK ആണ്. So as the telephone lines have a very low bandwidth, it is not possible to satisfy the bandwidth requirement of FSK at higher speed. Then, which of the following are the advantages of BPSK? BPSK has a bandwidth which is lower than that of BPSK. BFSK ആണ്. So BPSK has a bandwidth which is lower than that of BFSK signal. BPSK is relatively easy to implement. BPSK has very good noise immunity. സോ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഇതാണ്, ഓപ്ഷൻ സി. അഡ്വാൻറ്റേജസ് നമ്മൾ പറഞ്ഞതാണ്, അതിൻ്റെ ഫീച്ചേഴ്സ് പറഞ്ഞതാണ്. ബാൻഡ്വിഡ്ത്ത് BFSK-ക്കാട്ടിൽ കുറവാണ്. ദെൻ അതുപോലെ തന്നെ നോയ്സ് ഇമ്മ്യൂണിറ്റി വളരെ കൂടുതലാണ്. നോയ്സ് ഇമ്മ്യൂണിറ്റി കൂടുതലെന്ന് പറഞ്ഞാൽ സിഗ്നൽ ടു നോയ്സ് റേഷ്യോ ഹൈ ആണ്. എറേഴ്സ് മിനിമം ആണ്. അതൊക്കെ നമ്മൾ അതിൻ്റെ ഫീച്ചേഴ്സിനകത്ത് പറഞ്ഞതാണ്. അത് വെച്ചിട്ടൊരു ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ്, Dash has the best performance of all systems in the presence of noise which give minimum possibility of error. സോ അതിൻ്റെ ആൻസർ ഇത് നമ്മളിപ്പം പറഞ്ഞ കാര്യം തന്നെയാണ്. ബെസ്റ്റ് പെർഫോമൻസ് ഇൻ പ്രസൻസ് ഓഫ് നോയ്സ്, അതുപോലെ തന്നെ മിനിമം പ്രോബബിലിറ്റി ഓഫ് എറർ അല്ലെങ്കിൽ സിഗ്നൽ ടു നോയ്സ് റേഷ്യോ. അപ്പോൾ ഇത് എല്ലാമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇതിനകത്ത് ബെറ്റർ ആൻസർ എന്ന് പറയുന്നത് BPSK തന്നെയാണ്. സോ ബെറ്റർ പെർഫോമൻസ് അല്ലെങ്കിൽ മിനിമം പോസിബിലിറ്റി ഓഫ് എറർ തരുന്നത് BPSK ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡാഷ് ഈസ് യൂസ്ഡ് ഫോർ ഹൈ ബിറ്റ് റേറ്റ്സ് വേർ ദ ഫേസ് ഓഫ് ദ സിനുസോയിഡൽ കാരിയർ ഈസ് ചേഞ്ച്ഡ് അക്കോർഡിംഗ് ടു ദ ഡേറ്റ ബിറ്റ് ടു ബി ട്രാൻസ്മിറ്റഡ്. ഡാഷ് ഈസ് ഹൈ ബിറ്റ് റേറ്റിന് നമ്മൾ യൂസ് ചെയ്യുന്നത് വേർ ദ ഫേസ്, അതുകൂടെ പറയുന്നുണ്ട്. ബിറ്റ് റേറ്റ് കൂടുതലുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ പഠിച്ചതാണ്, കുറേ മോഡുലേഷൻ ടെക്നിക്സ് നമ്മൾ പഠിച്ചതാണ്. പക്ഷെ ഇവിടെ ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്, ഡാഷ് ഈസ് യൂസ്ഡ് ഫോർ ഹൈ ബിറ്റ് റേറ്റ്സ് വേർ ദ ഫേസ് ഓഫ് ദ സിനുസോയിഡൽ കാരിയർ ഈസ് ചേഞ്ച്ഡ്. ഫേസ് ചേഞ്ച് ചെയ്യുന്നത് ASK-ക്കകത്തോ എന്താണ് ഫ്രീക്വൻസി ഷിഫ്റ്റിനകത്തോ ഒന്നുമല്ല. സോ നമുക്കിവിടെ CD ഇതിനകത്ത് ഏതാണ് ബെറ്റർ ആൻസർ എന്നാണ് നോക്കേണ്ടത്. സോ വേർ ഫേസ് ഓഫ് ദ കാരിയർ ഈസ് ചേഞ്ച്ഡ് അക്കോർഡിംഗ് ടു ദ ഡേറ്റ ബിറ്റ്. സോ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഏതാണ്? സോ ക്വസ്റ്റ്യൻ എന്താണ്? ഡാഷ് ഈസ് യൂസ്ഡ് ഫോർ ഹൈ ബിറ്റ് റേറ്റ്സ്. സോ നമ്മൾ ഹൈ ബിറ്റ് റേറ്റ് വേർ ദ ഫേസ് ഓഫ് ദ സിനുസോയിഡൽ കാരിയർ ഈസ് ചേഞ്ച്ഡ് അക്കോർഡിംഗ് ടു ദ ഡേറ്റ ബിറ്റ് ടു ബി ട്രാൻസ്മിറ്റഡ്. സോ നമുക്ക് ഇതിൻ്റെ ആൻസർ എന്നുള്ളത് PSK ആണ്. സോ ഫേസ് ഷിഫ്റ്റ് കീയിങ് നമ്മൾ പഠിച്ചതാണ്, അതാണ് നമ്മുടെ ആൻസർ. സോ നമുക്ക് അടുത്തത് ഇനി പഠിക്കാനുള്ളത് GSM, അതുപോലെ തന്നെ CDMA TDMA ടെക്നിക്സ്, അതുപോലുള്ള കുറച്ച് ടോപ്പിക്സ് ആണ്. GPRS, ബ്ലൂടൂത്ത്, അങ്ങനെയുള്ള കുറേ ടോപ്പിക്സ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. സോ അത് നമുക്ക് അടുത്ത ലെക്ചറിൽ നോക്കാം. ഓക്കെ, താങ്ക് യു.